ഇന്ന് ഓൾഡ് റിവ്യൂവിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 1991 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ലാലേട്ടൻ ചിത്രമാണ് ഭരതം. ഈ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതൊരു ലെജൻഡറി കൂട്ടുകെട്ടുണ്ട്. ഡയറക്ടഡ് ബൈ സിബി മലയിൽ സാർ ആൻഡ് റിട്ടൺ ബൈ ലോഹിതദാസ് സാർ. ഈ സിനിമയുടെ ജേണർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഡ്രാമ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ കച്ചേരികൾ അതുപോലെ തന്നെ പഴയ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനൊക്കെ വളരെയധികം പ്രാധാന്യം ഈ സിനിമയ്ക്കുണ്ട്. ഇനി ഡിറക്ഷനിലോട്ട് വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറാണ്. ആളുടെ പേരോ ആളെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ഒരു മലയാളി ആണെങ്കിൽ, ഒരു മലയാള സിനിമ ആസ്വാദകനാണെങ്കിൽ എന്തായാലും ഈ ആളെ മറക്കാനോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആളുടെ സിനിമകളൊന്നും എടുത്ത് കണ്ടു നോക്കുക. എത്രത്തോളം ലൈഫുള്ള സിനിമകളാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളതെന്ന് പുള്ളിക്കാരൻ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയും അതുപോലെ തന്നെ വളരെയധികം ലൈഫുള്ളതും ബ്രില്യൻ്റ്ലി ഡയറക്റ്റഡുമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊക്കെ ഈ ഹ്യൂമൻ ഇമോഷൻ എവിടെ കണക്ട് ചെയ്യണം, എന്ത് സീൻ കണ്ടാലാണ് മനുഷ്യന്റെ മനസ്സിൽ തട്ടുക എന്നുള്ളത് വളരെയധികം വിഷനോട് അറിയുന്ന ഒരാളാണ് സിബി മലയിൽ സാറ്. ഇനി നമുക്ക് എഴുത്തുകാരനോട് വരാം. ഈ സിനിമ എഴുതിയിട്ടുള്ളത് ലോഹിതദാസ് സാറാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെജൻഡറി കൂട്ടുകെട്ടപ്പെട്ട ഒരാളാണ്. ആൻഡ് ലെജൻഡറി റൈറ്റേഴ്സ് ഓഫ് മലയാളത്തിൽപ്പെട്ട ഒരാളാണ് ഈ ലോഹിതദാസ് സാറ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ശ്രീനിവാസ് സാറിന്റെ എഴുത്ത്. ഇവരൊക്കെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇമോഷൻ കണക്ട് ആവുക, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റബിൾ ആവുക. ആ റിലേറ്റബിലിറ്റിയും ആ ഇമോഷൻ കണക്ഷനാണ് ഇന്നത്തെ സിനിമയ്ക്ക് ഉള്ള ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് തന്നെ പല പടങ്ങളും നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ടത്തെ സിനിമകൾ നമ്മൾ ഇപ്പോഴും ടി വിയിൽ വന്ന് ചിലപ്പോൾ കാണും. വീണ്ടും 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 കണ്ടാലും ചിലപ്പോൾ മടുക്കാത്ത സിനിമകൾ ഇപ്പോഴും ഉള്ള സിനിമകൾ നിരവധി ഉണ്ട് പണ്ട്. എന്നാൽ ഇന്ന് അത് വളരെയധികം നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിന് മെയിൻ കാരണം ഇത്തരത്തിലുള്ള എഴുത്തുകാരാണ്. ഡയറക്ടേഴ്സ് നമുക്ക് നല്ല നല്ല ഡയറക്ടേഴ്സ് ഇന്നും ഉണ്ട്. ഇമോഷൻസ് അതുപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് എഴുതാനോ അത്തരത്തിലുള്ള സീനുകൾ ഉണ്ടാക്കാനോ ഡയലോഗുകൾ എഴുതാനുള്ള ആൾക്കാരാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പൊന്തി വരുന്നുണ്ട്. എന്നാൽ പോലും പണ്ട് അത് അത്യാവശ്യം കൂടുതലായിട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നത് ഇന്നത് വളരെയധികം കുറഞ്ഞുപോയി. അപ്പൊ ഇതാണ് ഇത്രയുള്ള ഇതിന് എഴുത്തിനെ പറ്റി പറയാം. കാരണം അത്രയും പറഞ്ഞാൽ മതി. ആ ഇമോഷൻ കണക്ട് ആയ തന്നെ സിനിമ നമുക്ക് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സിനിമന്റെ ആ ഒരു സിനിമ നമ്മൾക്ക് എത്തി എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആ ഇമോഷൻ നമുക്ക് കണക്ട് ആവുക എന്നുള്ളതാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ. അതിൽ ലോഹിതദാസ് സാർ ഒരു ലെജൻഡാണ്. ശ്രീനിവാസ് സാറെ പോലെ തന്നെ. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിക്കൽ ഡ്രാമ ആയതുകൊണ്ട് പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള സിനിമ കൂടിയാണിത്. കാരണം കച്ചേരികള്, ക്ലാസിക്കൽ മ്യൂസിക്കിന് കുറേ അധികം ഏരിയകൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ട് ലെജൻസ് ആണ് ചെയ്തിട്ടുള്ളത്, രവീന്ദ്ര മാഷും ജോൺസൺ മാസ്റ്ററും. ഇവർ രണ്ടുപേരും ഇല്ലാണ്ട് ഇത്രയും അവർ രണ്ടുപേരും ഉപയോഗിക്കേണ്ടി വരും. കാരണം അത്രയും പാട്ടിന് പ്രാധാന്യം ഉണ്ട് ഇതില്. അവിടെ നല്ല നല്ല ക്ലാസിക്കൽ സോങ്സുകൾ ഇതിലുണ്ട്. ഈ മൂവിയുടെ കാസ്റ്റിലോട്ട് വരാനാണെങ്കിൽ ലാലേട്ടൻ, ഊർവശി ചേച്ചി, അതുപോലെ തന്നെ കവിയപ്പൊന്നമ്മ ചേച്ചി, കെ പി ലളിത ചേച്ചി, നമ്മുടെ നൂടി വേണേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ തമിഴിലുള്ള ഒരു ആക്ട്രസ് ലക്ഷ്മി മാം, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. അതില് ലാലേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നാഷണൽ അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള ആളാണ്. ആ ഒരു സിനിമയുടെ ബെസ്റ്റ് ലീഡിങ് ആക്ടറിൽ പുള്ളിക്കാരൻ 2 നാഷണൽ അവാർഡ്, 1 നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയതാണ്. അത്തരത്തിൽ കിടിലം പെർഫോമൻസ് ആണ് ലാലേട്ടൻ്റെ അതിൽ. നമുക്ക് മനസ്സിലിങ്ങനെ ചില സീനിൽ കണ്ണിന്ന് വെള്ളം വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതില്. ഒരു മ്യൂസിക്കും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള സീനാണത്. ഈ സിനിമയുടെ കഥയിലോട്ട് വരാനാണെങ്കിൽ രാമായണത്തിന്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷൻ ആണ് ഈ സിനിമ. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ പേര് തന്നെ ഭരതം എന്ന് വെച്ചാൽ ഭരതൻ എന്ന രാമായണത്തിലെ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ഭരതനും രാമനും തമ്മിലുള്ള ബന്ധമാണ് അതിൽ ഗോപിയും രാമനാഥനും തമ്മിലുള്ള ആ ഒരു ബോണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല നല്ല പാട്ടുകാരാണ്. ഈ കല്ലൂർ രാമനാഥനായാലും ഈ ഗോപി ആയാലും. പക്ഷെ കല്ലൂർ രാമനാഥൻ വളരെയധികം ഫേമസ് ആണ്, പല കച്ചേരികൾക്കും പോകുന്ന ഒരാളാണ്. അങ്ങനെ തന്റെ കള്ളുകൂടി കാരണം ആളുടെ കരിയറിനെ അത് ബാധിച്ചു തുടങ്ങി. പിന്നീട് ഈ ഗോപിക്ക് കൂടുതൽ കൂടുതൽ പാട്ടുകളും കച്ചേരികളും കിട്ടൽ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ജലസി അവിടെ ഫോം ആവുകയാണ് ഈ രാമനാഥന് ഈ ഗോപിനോട്. ഗോപിക്ക് തിരിച്ചൊരിക്കലും അങ്ങനെ തോന്നില്ല. ഗോപിക്ക് എന്നും തന്റെ ജ്യേഷ്ഠനോട് വളരെയധികം ബഹുമാനം സ്നേഹമുള്ള ഒരാളാണ് ഗോപി. രാമനാഥന് ആ സ്നേഹക്കുറവൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ജലസി ഫോം ആയി വരിക. കാരണം തന്റെ സ്ഥാനം അനിയന് കിട്ടുന്നു എന്നുള്ളൊരു തോന്നല്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ്, ഞാൻ പറഞ്ഞത് അതിന്റെ രസം പോവും. അപ്പോൾ ഇതുപോലെ തന്നെ രാമായണത്തിൽ ഈ രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് ഈ ഭരതൻ ആ രാജ്യം ഏറ്റെടുക്കുന്നതും അത് തന്റെ ഏട്ടന്റെ സ്ഥാനത്ത് താൻ വന്ന് ആ രാജ്യം എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതുമാണ് ആ ഒരു രാമായണത്തിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു സംഗീതത്തിന്റെ സാമ്രാജ്യം ഏട്ടനിൽ നിന്നും അനിയനിലോട്ട് വരുന്നതും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിലും പറയുന്നത്. ഇപ്പൊ ഒരു പ്രോപ്പർ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു രാമായണ അഡാപ്റ്റേഷൻ ആണ് ഈ ചിത്രം. അതൊരു ബ്രില്യൻ്റ്ലി റിട്ടൺ ആണ്. നമുക്ക് നല്ലോണം മനസ്സിൽ തട്ടുന്ന രീതിക്കാണ് ഇത് എഴുതിയിട്ടുള്ളത്.
ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഭരതം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് തന്നെ 3 നാഷണൽ അവാർഡും അതുപോലെ 5 സ്റ്റേറ്റ് അവാർഡും കിട്ടിയതാണ് അന്ന്. ഇത് ഈസിലി നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫ്രീ ആയിട്ട് കാണാം. യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ മനോരമ മാക്സിലും അവൈലബിൾ ആണ്. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ റിപ്ലൈ തരാറുണ്ട്. സോ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.